നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യത്തിൻ്റെ കഥയാണ്. ഈ കഥയിൽ ലോകത്തെ മഹാപ്രളയത്തിൽ നിന്നും രക്ഷിക്കാനായി മത്സ്യമൊരുക്കിയ രക്ഷാകവചത്തെക്കുറിച്ചും ജ്ഞാനം സംരക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. പണ്ട് സത്യവ്രതൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഈശ്വരഭക്തനും ധർമ്മിഷ്ഠനുമായിരുന്നു. ഒരു ദിവസം പുഴയിൽ പോയി കൈകൊണ്ട് വെള്ളമെടുത്ത് സൂര്യദേവനെ അർഘ്യം അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ ഒരു ചെറിയ മത്സ്യം വന്നു വീണു. രാജാവ് അതിനെ ശ്രദ്ധിച്ചു. അത് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഹേ രാജാവേ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകരുത്. വലിയ മത്സ്യങ്ങൾ എന്നെ പിടിച്ചു തിന്നും. എന്നെ രക്ഷിക്കണം. ദയ തോന്നിയ രാജാവ് ആ മത്സ്യത്തെ ഒരു ചെറിയ മൺകുടത്തിൽ കൊണ്ടുപോയി ഇട്ടു. പക്ഷെ അടുത്ത ദിവസം ആ മത്സ്യം വളർന്ന് കുടത്തിൽ ഒതുങ്ങാതെയായി. അത് രാജാവിനോട് പറഞ്ഞു: എനിക്കിവിടെ വളരാൻ സ്ഥലമില്ല. എന്നെ ഒരു വലിയ കുളത്തിൽ കൊണ്ടുപോയി ഇടാമോ? അങ്ങനെ രാജാവ് അതിനെ വലിയ കുളത്തിൽ കൊണ്ടുപോയി ഇട്ടു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ കുളവും അതിന് ചെറുതായി മാറി. മത്സ്യം വീണ്ടും വളർന്നു വലുതായി. രാജാവിനോട് പറഞ്ഞു: എനിക്ക് ഇവിടെയും ഒതുങ്ങാൻ കഴിയുന്നില്ല. എന്നെ നദിയിൽ വിടാമോ? രാജാവ് അതിനെ നദിയിലേക്ക് മാറ്റി. നദിയിലും അതിന് ഒതുങ്ങാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അത് രാജാവിനോട് വീണ്ടും പറഞ്ഞു: ഇപ്പോൾ എനിക്ക് കടലിൽ മാത്രമേ വളരാൻ സാധിക്കൂ. എന്നെ കടലിൽ വിടുക. അങ്ങനെ രാജാവ് ആ മത്സ്യത്തെ കടലിലേക്ക് മാറ്റി. അപ്പോൾ ആ മത്സ്യം ഭീമാകാരമായി വളർന്ന് അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് രാജാവിനെ മനസ്സിലാക്കി. മത്സ്യരൂപത്തിലുള്ള മഹാവിഷ്ണു രാജാവിനോട് പറഞ്ഞു: രാജാവേ, അടുത്ത 7-ാം ദിവസം ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു. ഈ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലാകും. സകല ജീവജാലങ്ങളും നശിച്ചു പോകും. പക്ഷേ ഞാൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കണം. സപ്തർഷികളെയും സകല ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെയും എല്ലാതരം ഔഷധങ്ങളുടെ വിത്തുകളും ആ കപ്പലിൽ കയറ്റണം. ഞാനൊരു കൊമ്പുള്ള മത്സ്യമായി അവിടെ വരും. നിങ്ങൾ ആ കപ്പലിനെ എൻ്റെ കൊമ്പിൽ കെട്ടണം. വിഷ്ണു പറഞ്ഞതുപോലെ പ്രളയം വന്നു. ലോകം മുഴുവൻ ജലത്തിൽ മുങ്ങി. രാജാവിനോട് പറഞ്ഞതുപോലെ ഒരു കപ്പലുണ്ടാക്കി. സപ്തർഷികളെയും ജീവികളെയും വിത്തുകളെയും അതിൽ കയറ്റി. അപ്പോൾ മഹാവിഷ്ണു ഒരു വലിയ മത്സ്യമായി ഒരു കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. രാജാവ് തൻ്റെ കപ്പലിനെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ വാസുകി എന്ന സർപ്പത്തെ കയറായി കെട്ടി. അങ്ങനെ ആ മഹാമത്സ്യം കപ്പലിനെ വലിച്ച് മഹാപ്രളയത്തിലൂടെ സഞ്ചരിച്ചു. ഒരു കൊടുങ്കാറ്റിലും കുലുങ്ങാതെ ആ യാത്രയിൽ മത്സ്യരൂപത്തിലുള്ള മഹാവിഷ്ണു രാജാവിന് ജ്ഞാനം ഉപദേശിച്ചു. വേഗങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അത് രാജാവിനും മഹർഷിമാർക്കും വേദങ്ങളെയും ലോകത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും കുറിച്ച് പഠിപ്പിച്ചു. പ്രളയം അവസാനിച്ചപ്പോൾ ആ കപ്പൽ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ സുരക്ഷിതമായി എത്തി. ലോകം വീണ്ടും സാധാരണ നിലയിലായി. അങ്ങനെ മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ ലോകത്തെയും ജീവജാലങ്ങളെയും സകല അറിവുകളെയും മഹാപ്രളയത്തിൽ നിന്നും രക്ഷിച്ചു. ഇങ്ങനെയാണ് മഹാവിഷ്ണു തൻ്റെ ആദ്യ അവതാരമായ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ലോകത്തെ രക്ഷിച്ചത്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രയാസങ്ങളെ അതിജീവിക്കാൻ ഈശ്വരൻ എന്നും കൂടെ ഉണ്ടാകും എന്ന സത്യമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.